കഴിഞ്ഞ 9 കൊല്ലമായി കേരളം എത്രത്തോളം വികസിക്കുകയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വികസനങ്ങളാണ് പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വികസനം മാത്രമല്ല, തലസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വൃത്തിയായി സുരക്ഷിതമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡുകൾ മാത്രമല്ല, മറ്റു പല പല വികസനങ്ങളും സുരക്ഷിതത്വമാണ് തലസ്ഥാനത്ത് മാത്രം ഉള്ളത്. അതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് മാനവീയം വീതി തന്നെ. ഒരുപാട് നിഗൂഢ ശക്തികൾ ആ മാനവീയ വീതിയെ കുറ്റം പറയാനായി ലഹരി വീതിയാണ് എന്നൊക്കെ പറഞ്ഞ് പരത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മാനവീയ വീതി ഒരു വിജയമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ എന്ത് ഭംഗിയോടെയാണ് സർക്കാർ കൊണ്ടു നടക്കുന്നത് എന്ന് ഒരു വട്ടമെങ്കിലും തലസ്ഥാനത്ത് എത്തിയവർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. ഏതൊരു കൊച്ചു കുട്ടിക്കും അത് വളരെ ഭംഗിയായി മനസ്സിലാക്കാൻ സാധിക്കും. ചുവരെഴുത്തുകളും ചുമർ ചിത്രങ്ങളുമൊക്കെ ഉടനീളം തലസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഭംഗിയോടെ അത് കേരള സർക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഇപ്പോഴിതാ ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിൻ്റെ നിർമ്മാണം. സംസ്ഥാനത്ത് എല്ലാ ഇടങ്ങളിലേക്കും സ്മാർട്ട് റോഡ് വ്യാപിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്മാർട്ട് റോഡ് നിർമ്മാണ വേളയിലെ കാലതാമസം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം മറികടന്ന് 7 വർഷങ്ങൾ കൊണ്ടാണ് പദ്ധതി പൂർത്തിയാക്കുന്നത്. കോൺഗ്രസിൻ്റെ വികസനത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ മറികടന്ന് പിണറായി സർക്കാർ ഈ നേട്ടം കൈവരിച്ചത് നാടെന്നും ഓർത്തിരിക്കുക തന്നെ ചെയ്യും. ചരിത്രത്തിൽ അതൊരു കുറിപ്പായി തന്നെ കിടക്കും. എത്രയൊക്കെ സർക്കാരിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും ഈ വികസനങ്ങളൊക്കെ കേരളത്തിലെ ജനത കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് 2026 ഇലക്ഷനിൽ പ്രതിഫലിക്കും എന്നുള്ളതും വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അതിന് അധിക നാൾ കാത്തിരിക്കേണ്ട 2026 ഇങ്ങ് എത്താറും ആയിരിക്കുകയാണ്. ക്യാമറാമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.